ഒരു സാക്രമെന്റൽ ഗ്രേസ്. നമുക്ക് സഭയിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന എല്ലാ കൂദാശകളിലും അടിയുറച്ച് വിശ്വസിക്കുകയും ആ കൂദാശക പരിക്രമങ്ങളിലെല്ലാം നമ്മൾ സാധ്യമായ രീതികളിലെല്ലാം പങ്കെടുത്ത് വിശുദ്ധ കുർബാന നിഷേധിക്കപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളുടെ അവസ്ഥ കാണുമ്പോഴാണ് നമ്മുടെ മുമ്പിൽ എന്നും വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ മുമ്പിൽ സന്നിഹിതനാവുന്ന യേശുവിനെ നമ്മൾ കാണുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. വിശുദ്ധ കുർബാനയുടെ ശക്തിയും തേജസ്സും സ്വീകരിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി ഒരു ദിവ്യ വെളിച്ചം കാണുന്നത് എൻ്റെ പ്രിയപ്പെട്ട മദർ തെരേസയെ കാണുമ്പോഴാണ്. ആ കരങ്ങൾ ചുംബിക്കുമ്പോൾ ഇന്നും എൻ്റെ കൈകാലുകൾ വിറയ്ക്കും. ഞാൻ എറണാകുളത്ത് മഠത്തിൽ പോയി മദറിനെ കാണുന്ന സമയത്ത് എൻ്റെ ചുറ്റുമുണ്ടായിരുന്ന ഒരു ദിവ്യ വെളിച്ചം, ആ ദിവ്യ വെളിച്ചത്തെ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. പിൽക്കാലത്ത് മദറിനെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ കത്തോലിക്ക സഭ ഒരു വ്യക്തിയെ വിശുദ്ധ ഗണത്തിലേക്ക് ഉയർത്തുമ്പോൾ പാലിക്കുന്ന മാനദണ്ഡങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. എത്ര അർത്ഥവത്തായ ഒരു ജീവിതത്തിലൂടെയാണ് മദർ തെരേസ കടന്നുപോയത്. അമ്മ പറയാറുണ്ട്, ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ നിന്ന് സ്വീകരിക്കുന്ന ശക്തിയാണ് എൻ്റെ ഊർജം.